ഒരു അസൂയേന്റെ കഥയാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ വല്യങ്ങാടിയിലുള്ള പിസ്തക്കടയിൽ പോയതിന്റെ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയനായിരുന്നു കേട്ടോ. അവൻ തന്നെയാണ് ആ കട പറഞ്ഞു തന്നതും. അപ്പോൾ ആ വീഡിയോ കണ്ടത് മുതൽ കുഞ്ഞൂന് ഭയങ്കര അസൂയ. അമ്മ എന്നെ കൊണ്ടുപോയില്ല, എന്നെ കൂട്ടാതെ പോയിട്ട് അവിടുന്ന് ജ്യൂസ് കുടിച്ചു, എന്തൊരു സാധനമാണ്, അമ്മയൊരു അമ്മയാണോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഈ ഒരാഴ്ച മുഴുവൻ എന്നെ കൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക കേട്ടോ. അമ്മ അന്ന് എന്നെ കൊണ്ടുപോയില്ലല്ലോ, അതിന് പകരം എനിക്ക് ഇത് വേണം. അമ്മ എന്നെ കൊണ്ടുപോയില്ലല്ലോ, അതിന് പകരം എനിക്ക് അത് വേണം. അങ്ങനെ അപ്പോൾ ഈ മാനസിക പീഡനം സഹിക്ക വയ്യാതെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് നേരെ ആ വഴിക്ക് പോയി ഇവളെ നമ്മളെ കടയിൽ കൊണ്ടുപോയി ഒരു പിസ്താ ഷേക്ക് കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന്. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ട്. എന്നാലും നമുക്ക് റെയിൻകോട്ട് എടുക്കാം, ഇനി ഏത് സമയത്താ മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു കടവും ബാക്കി വെക്കണ്ട. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ. സ്കൂളിലേക്ക് എന്നും കൊണ്ടാക്കലും കൂട്ടിക്കൊണ്ടുവരലും ഞാൻ തന്നെയാണേ. നമ്മളിങ്ങനെ പോയി അവിടെ എത്തി ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ 2 ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ആളിങ്ങോട്ട് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. വരയ്ക്കൽ ഗേറ്റ് കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് ബീച്ചിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. വല്യങ്ങാടിയിലാണല്ലോ. ഇങ്ങനെ വൈകുന്നേരത്തെ ട്വിസ്റ്റ് അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് സന്തോഷമായി. പിന്നെ എന്നെ ഇങ്ങനെ അത് പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് തോന്നുന്നു. ഈ കട ഇവിടെ തീരുകയാണല്ലോ. ഇവിടുന്ന് നമുക്കൊരു 5-6 കിലോമീറ്റർ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. ബീച്ചിൽ വന്ന പുതിയ ഷെഫ് പിള്ളേൻ്റെ ഹോട്ടലാണേ. നമ്മൾ ഇതുവരെ പോയിട്ടില്ല അവിടെ. ഒരു ദിവസം പോകണം. വൈകുന്നേരം ആയതുകൊണ്ട് വല്യങ്ങാടിയിൽ വലിയ തിരക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ലോറികളൊക്കെ ഇങ്ങനെ വരൂലേ. ഈ സൈഡുകളിലൊക്കെ രാവിലെ വന്നാൽ തേങ്ങ ഇങ്ങനെ പെറുക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. കൊപ്ര മാറ്റുന്നതൊക്കെ തിരയുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ വല്യങ്ങാടിയിലെത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ് കേട്ടോ വേണ്ടേ. ഇവിടുന്ന് തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് നമ്മളുടെ സോയാബീനിൻ്റെ കടയുള്ളത്. അവിടെ ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ആലിക്കാൻ്റെ പിസ്തക്കടയിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കടയിലുള്ള ചേട്ടൻ പറയുകയാണേ, നിന്റെ അമ്മ 4 ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് ഇത് കുടിച്ചിട്ട് പോയതേ ഉള്ളൂ, നിന്നെ കൂട്ടാതേന്ന്. ആണ് എങ്ങനെ എന്നെ ഓർത്ത് വെച്ചതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല കേട്ടോ. എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, അന്ന് പപ്പായയെ കുടിച്ചില്ലേ, പിസ്തയും കുടിച്ചിരുന്നു, ഇനി ഹോർലിക്സ് അല്ലേ കുടിക്കാനുള്ളത്, അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഹോർലിക്സ് കുഞ്ഞുവിനും ഇഷ്ടമായില്ല. അല്ലെങ്കിൽ അവൾ ഹോർലിക്സ് കുടിക്കൂല കേട്ടോ. അപ്പോൾ സിദ്ദിഖിൻ്റെ ഡയലോഗ് പോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പെട്ടെന്നല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാലെങ്കിലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണം. ഇതിപ്പോൾ ആഗ്രഹമൊന്നുമല്ല, അസൂയയാണ് ഇവക്ക്, മഹാ അസൂയ. ഞാൻ ജ്യോതുവിനെയും കൂട്ടി പോയതിൻ്റെ അസൂയ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇന്ന് ഇവിടെ പോകേണ്ടി വന്നതേ. അപ്പം എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. ഇനി അത് കേൾക്കണ്ടല്ലോ. നമ്മൾ ബീച്ചിലൊന്നും കയറുന്നില്ല, നേരെ വീട്ടിലേക്കാണ്.
ബീച്ചിൽ കയറിയാൽ ഇനി സമയനഷ്ടം കൂടാതെ ധനനഷ്ടവും കൂടി ഉണ്ടാവും. അത് ഇന്നിനി താങ്ങൂല. നമ്മൾ റെയിൻകോട്ട് എടുത്തത് കൊണ്ടായിരിക്കും മഴയൊന്നും പെയ്തതേ ഇല്ല കേട്ടോ. എന്നാൽ പിന്നെ റെഡി, ഞങ്ങൾ വീട്ടിലെത്തി. ഇനി അടുത്തത് എൻ്റെ വക പഠിക്കുകയെ ഹോംവർക്ക് ചെയ്യേ ഇതാണ് പരിപാടി.